സുനിച്ചേട്ടൻ തിരുവനന്തപുരം തുടങ്ങിയ വിവാദം അങ്ങനെ പതുക്കെ സജീവമാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ CPIയുടെയും CPMൻ്റെ കൗൺസിലർമാർ അതിന് വ്യത്യസ്തമായൊരു അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ട്. അല്ല, അതിൽ കാര്യമില്ല. അവരത് അവരുടെ ഏറെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തമ്മിൽ വ്യത്യസ്ത ബന്ധമൊന്നുമില്ല. എന്തായാലും ഞാനിനി അതുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇന്നലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി ആരെന്തൊക്കെ പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഒരു ഗുരുതരമായൊരു വിഷയമുണ്ട്. അതായത് LDFൻ്റെ ഒരു മേയർ, ആ മേയർ BJPക്ക് വേണ്ടി നേരിട്ടും പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഞാനത് വെല്ലുവിളിക്കുന്നില്ല. അതെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ഇല്ല, ഞാനതല്ല ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ, CPI തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാനത് ആവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ പുതിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ അവർ പറഞ്ഞോട്ടെ. എനിക്കിനി അതിന് വ്യക്തത കൊടുക്കേണ്ട കാര്യമില്ല അതിനകത്ത്. തൃശ്ശൂരിലെ ശരിക്കും ഇപ്പോൾ ഈ മേയർക്കുള്ള പിന്തുണ പിൻവലിക്കുക എന്നാൽ CPI ഇല്ലെന്ന് ഞാൻ പറഞ്ഞ LDFൻ്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം മേയറായിരിക്കും. അതിനൊന്നും യാതൊരു പ്രശ്നമില്ലെന്ന്. അതൊക്കെ അതുപോലെ തുടരും. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് പോയിട്ടുണ്ട്, രണ്ടുപേരും വീഡിയോ സന്ദർശിച്ചിട്ടുണ്ട്, അത് സൗഹൃദ സന്ദർശനമായിരുന്നു പറയുകയും ചെയ്തു. മേയർ പറയുന്നത് സുനിൽകുമാർ അത് സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കി. സുരേന്ദ്രൻ്റെ പോസ്റ്റിൽ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് തന്നെയാണ് അതിൻ്റെ മറുപടി. മുന്നൊരു വാചകം പറഞ്ഞിട്ടുണ്ട്, പരാജയത്തിൻ്റെ ചൊരുക്ക്. അത് രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, കറക്റ്റ് മറുപടി മാന്യമായ നിലയിൽ തന്നെ BJP പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അതിന് വേറെ ഞാൻ പിന്നെ അത് വിവാദമാക്കേണ്ട കാര്യമില്ല. അല്ലല്ല, വിവാദമൊന്നുമില്ല, അതിനകത്തൊരു വിവാദമില്ല. ഇത് രണ്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ്. ഞാനിനിയിപ്പോൾ അതിനെ പറ്റി ഈ വിഷയത്തിൽ അല്ല, ഞാൻ ഈ സബ്ജക്റ്റിൽ അല്ല, ഞാനത് പറഞ്ഞല്ലോ ഇന്നലെ തന്നെ. ഇന്നലെ ഞാൻ പറഞ്ഞാലും ആ മറുപടി ഉണ്ട്, അതിനും ഉത്തരവുണ്ട്. അല്ല, അതിനുള്ള ഉത്തരവുണ്ടെന്ന്. ഞാനിത് സുരേന്ദ്രൻ്റെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ മാന്യമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞ അവസാനം അദ്ദേഹം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞല്ലോ. അല്ല, LDFന് അങ്ങനെ കോട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, ഞങ്ങളുടെ ജില്ലാ കൗൺസിൽ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ പുതിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇതിന് നിർവചിക്കേണ്ട കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ ഇനി അതിനെ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി അതിനെപ്പറ്റി ഇനി ഒരു വിവാദം ഉണ്ടാക്കാനോ പുതിയ മറുപടി പറയാനോ ഇനി ആരെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും വീണ്ടും ആവർത്തി പറഞ്ഞാൽ മറുപടി പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും അത് ഇന്നലെ പറഞ്ഞ കാര്യം പറഞ്ഞു തന്നെയാണ്, അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. ഇനിയിപ്പോൾ അതിനെപ്പറ്റി വേറെ അദ്ദേഹം അതിനെപ്പറ്റി ഒരു മറുപടി പറഞ്ഞു, ഞാൻ എന്തെങ്കിലും അതിന് മറുപടി പറയാം, ആ രീതിയിലേക്ക് ഈ പരിപാടി പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മേയറിനെ BJPയിലേക്ക് കൊണ്ടുപോകാനാണ്. അല്ല, അത് എന്തായിക്കോട്ടെ, ഞാൻ അതിനൊന്നും ഒരു മറുപടിയും പറയുന്നില്ല. റീഓപ്പൺ ചെയ്ത് സുനിൽകുമാർ തന്നെയാണെന്നാണ് ആൾ പറയുന്നത്. ആയിക്കോട്ടെ, റീഓപ്പൺ ചെയ്ത് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ലെന്ന്. ഞാനിത് അതിനെപ്പറ്റി എൻ്റെ പറയാനുള്ള വർത്തമാനം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിച്ചു. അല്ല, അതൊക്കെ സുരേന്ദ്രൻ്റെ തന്നെ ആ പോസ്റ്റിലുള്ളപ്പോൾ പിന്നെ ഞാൻ വ്യക്തത വരുത്തേണ്ട കാര്യം എന്താ ചേട്ടാ അതിനകത്തുള്ള വിഷയം. അപ്പം മേയർ പറയുന്നത് ഞാൻ ക്രിസ്മസിന് എൻ്റെ വീട്ടിൽ കേക്ക് കൊണ്ടുവന്നു, അതിനകത്ത് എന്തിനാ രാഷ്ട്രീയം കാണാമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വേണ്ട, അദ്ദേഹം കണ്ട, ഞാനത് കണ്ടു, അത്രയല്ലേ ഉള്ള വ്യത്യാസമുള്ളൂ. ആ രണ്ട് വ്യത്യാസം നിന്നോട്ടെ, അതങ്ങനെ തന്നെ നിന്നോട്ടെന്ന്. അതിന് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം. ഇതിൽ ഇത്തരമൊരു മേയറെ നമ്മൾ സഹിക്കേണ്ട കാര്യമുണ്ടോ? ഞാനതൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ജയ്സൻ്റെ. ഇത് വീണ്ടും ചോദിച്ചിട്ട് കാര്യമില്ല. അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും അതിനെ പറഞ്ഞ് ഒരു വിവാദം ഒരു വാർത്ത ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ യാതൊരു താല്പര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാനത് നിങ്ങളിതിപ്പോൾ എന്നെ കാണാൻ വന്നതുകൊണ്ട് ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കൗൺസിലിൽ ചർച്ച ചെയ്യുമോ? അല്ല, ഇതൊന്നും ഇനി വീണ്ടും എന്നോട് ചോദിക്കുമ്പോൾ ഞാനൊരു മറുപടി പറയും. അത് വാർത്തയായിട്ട് പറയാനല്ല, അത് വേണ്ട.